സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമയത്ത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ രാവിലെ വെളുപ്പിനെ 4 മണിക്ക് 5 മണിക്കൊക്കെയാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നൊരു ചേഞ്ചിന് വേണ്ടി ഞങ്ങൾ 11 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു, പക്ഷേ 11:30 അപ്പം ഓൾറെഡി ഞാൻ ലേറ്റാണ്. ഒരു 10-30 മിനിറ്റോളം ഞാൻ ലേറ്റാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. 11 മണി കഴിയുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് കുറേ സാധനങ്ങളൊന്നും കാണാനില്ലായിരുന്നു. കുറച്ച് ദിവസമായിട്ടില്ല ഇതൊക്കെ എടുത്തിട്ട്. ഇതൊക്കെ ഓരോ സ്ഥലത്തിരിക്കുമായിരുന്നു. എല്ലാം തപ്പിയെടുത്ത് വന്നപ്പോഴത്തേക്കും ഒരു സമയമായി. അങ്ങനെ കുറേ സമയം അങ്ങ് വെറുതെ പോയി. അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ അടുത്ത ട്രിപ്പ് പോകാൻ പോകുന്നത്. ഇപ്പോൾ വണ്ടി വാങ്ങാൻ ഇനി നമുക്ക് സമയം കളയാതെ ഓരോരുത്തരായിട്ട് പോയി പിക്ക് ചെയ്യാം. എങ്കിൽ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. സോ അങ്ങനെ നമ്മൾ ഹൈവേയിലോട്ട് വന്ന് കയറിയിരിക്കുകയാണ്. ഏകദേശം 2-3 മാസമായി കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. നമ്മുടെ ലൈഫിൽ കുറച്ച് പ്രധാനപ്പെട്ട എന്താ പറയുക കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ട്രിപ്പും പോയിട്ടില്ലായിരുന്നു കേട്ടോ. വണ്ടിയും അതുപോലെ തന്നെ ഇരിക്കുമായിരുന്നു. ക്യാമറയൊക്കെ ഞാൻ അന്ന് ഊട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് പൂട്ടിക്കെട്ടി വെച്ചതാണ്. അത് കഴിഞ്ഞ് ക്യാമറയൊന്നും തൊട്ടിട്ട് പോലും ഇല്ലായിരുന്നു. എല്ലാം പൊടി പിടിച്ചിരിക്കുമായിരുന്നു. എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇന്നാണ് എല്ലാം എടുത്തത്. അപ്പോൾ നമ്മുടെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിന്ന് പോകുന്നത് വാൽപ്പാറയ്ക്കാണ്. വാൽപ്പാറ റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനും കുറച്ച് വൈൽഡ് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പോട്ട് ചെയ്യാനും അതുപോലെ ഏറ്റവും കൂടുതൽ റീൽസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് അങ്ങോട്ടൊക്കെ പോകണമെന്ന്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ റൂട്ട് എന്ന് പറയുന്നത് ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ടാണ്. അതുവഴി നേരെ നമ്മുടെ കൊടൈക്കനാൽ പോകും. കൊടൈക്കനാൽ പോയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകാത്ത സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ കൊടൈക്കനാൽ. പൂണ്ടി അതുപോലത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റാതിരുന്ന സ്ഥലങ്ങൾ. അവിടെ ഏതോ ഫിലിം ഷൂട്ടിംഗ് നടക്കുമായിരുന്നു കേട്ടോ. നമുക്കത് നോക്കി നിൽക്കാൻ ഇപ്പോൾ സമയമില്ല. നമ്മൾ ഓൾറെഡി ലേറ്റാണ്. ഇത്തവണത്തെ ട്രിപ്പിൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ സജിനുണ്ട്, ശ്രീഹരിയുണ്ട്. അവർ രണ്ടുപേരും വെഞ്ഞാറമൂട് ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വന്ന് നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഞങ്ങൾ ഇത്രയും രാത്രിയിൽ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ മെയിൻ കാരണം വാൽപ്പാറയിൽ നമുക്ക് രാവിലെ പോയാലേ നമുക്ക് ഏതെങ്കിലും വൈൽഡ് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ചെന്ന് കയറിയാൽ നമുക്ക് ഒട്ടും തന്നെ കാണാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ അതുവഴി പോകുന്ന പോലെയാവും. രാവിലെ ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനയോ കാട്ടുപോത്തോ പുലിയോ കടുവയോ അങ്ങനെ ഏതെങ്കിലും ഒന്നിൻ്റെ വായിലോട്ട് ചെന്ന് കയറാനുള്ള സ്കോപ്പ് നമുക്ക് കൂടുതലാണ്. കുറച്ചൊക്കെ ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ്, ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ വണ്ടി ഒന്നുകൊണ്ട് ഈ എയറൊക്കെ ചെക്ക് ചെയ്തു, അതുപോലെ വാഷ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് തൂത്ത് തുടച്ച് വെച്ചു. പിന്നെ ഞാൻ തന്നെ ആയിരുന്നു ലൂബ് ചെയ്തു. നമ്മളിപ്പോൾ പാളയം എത്തി കേട്ടോ. ഇന്ന് പൊതുവേ തിരക്ക് കുറവാണ്. സാധാരണ ഈ സമയത്തൊക്കെ അത്യാവശ്യം ആൾക്കാരും ബഹളമൊക്കെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. വാൽപ്പാറ പോകണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ദിവസമാണ് കൊടൈക്കനാൽ സ്റ്റേ എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഏകദേശം ലോട്ടറി അടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2 ദിവസത്തേക്ക് 3 പേർക്ക് കൂടി 1800 റേഞ്ചാണ് കേട്ടോ റൂമിനായത്. അപ്പോൾ ഞങ്ങളിനി തൃശ്ശൂരൊക്കെ എത്തുന്നത് വരെ ഈ ഇരുട്ടും കാര്യങ്ങളൊക്കെ മാത്രമേ കാണുള്ളൂ. നമുക്ക് കാഴ്ചകളായിട്ട് കാണിച്ചു തരാൻ വേണ്ടി ഒന്നും അങ്ങനെ കാണത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വട്ടപ്പാറയൊക്കെ കഴിഞ്ഞിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സജിൻ ഇപ്പോൾ വിളിച്ചിരുന്നു. സജിൻ പുറകെ ഉണ്ട്. ശ്രീഹരി എവിടെയാണെന്നൊരു പിടിയില്ല. നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിളിച്ചപ്പോൾ അവനും ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. എന്തായാലും അവനും എത്താറായി കാണും. സമയം ഇപ്പോൾ 12:15 കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ MC റോഡിലോട്ട് വന്ന് കയറിയിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ നമ്മുടെ ശ്രീഹരി നിൽക്കുന്ന സ്ഥലത്തോട്ട് കേട്ടോ. ഇത് ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ട്. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ തണുപ്പ് അറിയാൻ പറ്റുന്നുണ്ട്. ഞറമൂട് ഫ്ലൈ ഓവറിൻ്റെ പണിയാണ് കേട്ടോ ഈ സൈഡിൽ നടക്കുന്നത്. ജസ്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ, ഒരു കാറിന് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെയൊക്കെ പണി കഴിയുമ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് മോളിൽ കൂടെ അങ്ങ് പോയാൽ പോരെ. നമുക്ക് രാത്രി ഇറങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ഇതാണ് കേട്ടോ. വണ്ടികൾ തീരെ കുറവായിരിക്കും, നമുക്ക് ആസ്വദിച്ച് അങ്ങ് പോകാം. നേരെ മറിച്ച് നമ്മളിപ്പോൾ രാവിലെയൊക്കെയാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരക്കും ബ്ലോക്കും എല്ലാം ആയിട്ടൊരു പെട്ടെന്ന് അങ്ങ് മടുക്കും. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയുക, ഒരു ഫ്രീഡം കിട്ടിയ ഒരു ഫീലാണ്. കുറേ കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശ്രീഹരി ഇവിടെ എവിടെയോ നിൽപ്പുണ്ട്. എന്താ വിശേഷം? എപ്പോഴാണ് വന്നത്? ഞാൻ വന്നിട്ട് അരമണിക്കൂറായി.
പറഞ്ഞ സമയത്തിൽ എടുത്തില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, നടപ്പൊക്കെ അങ്ങനെയല്ലേ എൻ്റെ ഇത്. അവിടെ ആവിയൊക്കെ പോകുന്നുണ്ട്. അത് ചേട്ടൻ്റെ ആവിയായിരിക്കും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടുപേരും എത്തി. ഇനിയിപ്പോൾ സജിനും കൂടെ വന്നിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതിന് മുമ്പ് ഈ കടയിൽ കയറി 2 കാപ്പി കൂടെ കുടിച്ചിട്ട് പോവാം. വന്ന് പുതിയ ജാക്കറ്റ്, ഹൈഡ്രേഷൻ ബാഗ്. നമസ്കാരം. കുറേ നാളായി. എനിക്ക് നമസ്കാരം. സമയം എത്രയാടാ ഇപ്പോൾ? 12:45. ഇനിയിപ്പോൾ എപ്പോൾ എത്തുമെന്നൊരു പിടിയില്ല. നീ വണ്ണം വെച്ചടാ. എന്ത് കഴിക്കണേ? അതെ, അവിടെ കളക്കാനാ നീ പോണത്? മിസ് ചെയ്തല്ലേ കഴിഞ്ഞ ട്രിപ്പിൽ ശ്രീഹരിനെ? പിന്നെ ആരൊക്കെ പറഞ്ഞ് മിസ് ആക്കിയത്? കുറെ പയ്യന്മാരുണ്ട്. തരുവൻ ചോദിച്ചാ പേരുടെ പുതിയ ഹെൽമെറ്റ് ഉണ്ട്. എല്ലാം വിജൃംഭിച്ചു പോയി. നമ്മൾ വന്നതിന് ശേഷം ഈ കടയിൽ ഭയങ്കര കച്ചവടം അല്ലേ. ഒരു 3-4 വണ്ടി വന്നതാ. ഇപ്പോൾ ഒരു കാറും കൂടെ വന്നു. അതെ, ആ പുലിയുടെ വായിലോട്ട് ചെന്ന് കയറാനുള്ളതാണ്. വാ, നീ തിരിഞ്ഞു നോക്കുന്നതിന്റെ പുറകിൽ ചിലപ്പോ പുലിയൊക്കെ ഇരിക്കും. കൈ കൊണ്ട് മാറ്റി മാറ്റി വരാം. ഏകദേശം ഒരു 3-4 മാസമായി കേട്ടോ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്തിട്ട്. കഴിഞ്ഞ ലാസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് ഊട്ടിയായിരുന്നു. ഊട്ടിയിലാണ് ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് പോയത് അവസാനമായിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള ട്രിപ്പിന് ഞാനും സജിനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഗൈസ്, അങ്ങനെ നമ്മളിതാ കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ശ്രീഹരി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണോ 80? അരമണിക്കൂറുണ്ട് ഇവിടെ എത്തി. അരമണിക്കൂറുണ്ട് എത്തി. അതാ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. തൃശ്ശൂർ ഇത് മറ്റേ സാധാ എഞ്ചിനാണ്, അല്ലാതെ മറ്റേ ജെറ്റിന്റെ എഞ്ചിനല്ല. 1 മണിക്കൂറുണ്ട് കോട്ടയം. അടുത്ത ബ്രേക്ക് കോട്ടയം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞാൽ രാവിലെ പോത്തോളം രാത്രി സമ്മതിക്കും. ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഇടല്ലേ, വീട്ടുകാരൊക്കെ കാണുന്നതാ. അവരറിയൂല രാത്രിയല്ലേ പോയത്. ഞാൻ അങ്ങനെ ചെയ്യൂ. അപ്പൊ ഞാൻ അവരെ അങ്ങ് ബ്ലോക്ക് ചെയ്യാം. ഉറക്കമൊക്കെ വന്നു. ഉറങ്ങണേ ഞങ്ങള് വിചാരിച്ച പോലെ അല്ല കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിക്കുള്ള തണുപ്പാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മുള്ളാൻ മുട്ടുന്നുണ്ട്. അതാണ് ഇവന്മാർ ഇപ്പം അടുത്ത പമ്പിൽ കയറി മുള്ളാന്ന് പറഞ്ഞിട്ട് പോയത്. ഇവിടെ എവിടെയോ ഒരു ജിയോ പമ്പുണ്ട്. ആ പമ്പിൽ കയറി പെട്രോളും അടിച്ച് ബാത്റൂമിലും പോയിട്ട് പോകാമെന്നാണ് നമ്മുടെ ശ്രീഹരിമോൻ പറഞ്ഞത്. ഇനി ആ പമ്പ് തുറന്നിട്ടുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സ്വാഭാവികം. ശ്രീഹരി ഏത് ട്രിപ്പിനും ജിയോ പമ്പിൽ നിന്ന് അടിക്കണം എന്ന് പറയും. പക്ഷേ ഒരു കാലത്ത് ആ ജിയോ പമ്പ് തുറന്നും കാണത്തില്ല. കഴിഞ്ഞ കൊടൈക്കനാൽ ട്രിപ്പിന് എല്ലാം ഇങ്ങനെയായിരുന്നു. ജിയോ പമ്പിൽ നിന്ന് അടിക്കാമെന്ന് പറഞ്ഞിരിക്കും. അവസാനം ജിയോ പമ്പും ഇല്ല, ഒരു പമ്പും ഇല്ലാത്ത അവസ്ഥയാവും. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 81 കിലോമീറ്റർ ആയി കേട്ടോ. 81 കിലോമീറ്ററിൽ ആവറേജ് 34 മൈലേജ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷായി. എത്ര റിഫ്രഷാണോ ഇത്? വെഞ്ഞാറമൂടുന്ന് തൊട്ട് പറയാം കോട്ടയത്താ ബ്രേക്ക്. അത് പറയാൻ തുടങ്ങിയിട്ട് 4 ബ്രേക്ക് കഴിഞ്ഞു. എനിക്ക് അക്വസി പോകണം, കുഴി വെട്ടണം എന്നൊക്കെ പറഞ്ഞാൽ നിർത്തൂല കേട്ടോ. ഓൺ ദ വേ തന്നെ പൊക്കോണം. സോ അങ്ങനെ നമ്മളിതാ ഓടിച്ച് അടൂർ ബൈപ്പാസിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. പകലൊക്കെ ഈ വഴി പോവുകയാണെങ്കിൽ 2 സൈഡും എപ്പോഴും തിരക്കാണ്. കാരണം 2 സൈഡിലും കുറേ ഇഷ്ടം പോലെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ആൾക്കാരുടെ ഇടിയും തള്ളും ഒക്കെയാണ്. നല്ല കടകളൊക്കെ ഉണ്ട് കേട്ടോ. തട്ടുകടയൊക്കെ ഓപ്പൺ ആയിട്ടിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ തിരുവല്ല എത്തി കേട്ടോ. ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ നിർത്തിയതാണ് ഇവിടെ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശ്രീഹരിയൊക്കെ ഉറങ്ങി വീണ്. പോരാത്തതിന് ഇന്നലെ ഒരുപോലെ കണ്ണടയ്ക്കാതെയാണ് ഈ ട്രിപ്പിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ കോട്ടയമൊക്കെ കഴിഞ്ഞ് കോടിമത എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഉറക്കം വന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ച് പോയാൽ നമുക്ക് ഉറക്കം കൺട്രോൾ ചെയ്യാൻ പറ്റി. സജിനൊക്കെ ഉറങ്ങി വീഴാറായി. അത്രയ്ക്ക് സീനായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത്ര നേരത്തെ പാടാണ്. ഉറങ്ങിയിട്ട് വന്നാൽ മതിയായിരുന്നു ഇപ്പൊ തോന്നുന്നു. ഒരുത്തന അവിടെ പൊറോട്ട ചിക്കനും കയറ്റിക്കൊണ്ടിരിക്കുക. എന്റെ കട്ടൻ കുടിച്ച് ചാർജ് ആക്കാം. 20 minutes later. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് പയ്യെ ഇറങ്ങി കേട്ടോ. സമയം 3:45. നമ്മളിപ്പോൾ കോട്ടയം ടൗണിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അയ്യോ, കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഏതൊരു ട്രെയിൻ കിടപ്പുണ്ട് അവിടെ.
സോ ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ കൂത്താട്ടുകുളത്ത് നിൽക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഒട്ടും പറ്റാതെ ആയതുകൊണ്ട് ഒരു റൂം നോക്കാമെന്ന് വിചാരിച്ച് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. കാരണം ഉറക്കം വന്നിട്ട് പോയി, അത്രയ്ക്ക് സീനായി. എന്തായാലും നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാം. കാരണം റിസ്ക് എടുത്ത് പോകണ്ടല്ലോ. റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാവുമെന്നൊന്ന് പോയി നോക്കിയിട്ട് കുറച്ച് നേരം ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് എങ്ങാനും പോവാം. നമ്മൾ ഇത്രയും വിചാരിച്ചില്ല, കാരണം നല്ല തണുപ്പാണ്. ഇങ്ങോട്ട് നമ്മുടെ തിരുവനന്തപുരത്തിനേക്കാളും നല്ല തണുപ്പുണ്ടല്ലേ ഇപ്പോൾ വന്ന വഴിക്കല്ലോ. അങ്ങനെ നമ്മൾ നേരത്തെ കയറിയ സ്ഥലത്ത് റൂമിൽ ഇല്ലായിരുന്നു കേട്ടോ. അവിടെ വിളിച്ചിട്ട് ആരും എടുത്തില്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടിപ്പുറത്തുള്ള സൗപർണിക ടൂറിസ്റ്റ് ഹോമിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ റൂമുണ്ടോ ഇല്ലയോ നോക്കാം. ചേട്ടാ ലാസ്റ്റ് എത്ര വരുമെന്നൊന്ന്? ലാസ്റ്റ് 900. അപ്പോൾ ഇപ്പം കണ്ട റൂം നമുക്ക് 900 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ലാഭമാണ്. കാരണം ഒരാൾക്ക് 300 രൂപ വരുന്നുള്ളൂ. ഇത് ഇതൊക്കെ എന്തിൻ്റെ മണ്ടേ കയറ്റി വെച്ചേക്കണം. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ 900 രൂപയ്ക്ക് നമുക്ക് കിട്ടിയ റൂം. ഒരു 3-4 മണിക്കൂർ കിടന്ന് ഉറങ്ങാനാണ്. എ സി ഒന്നുമില്ല, ഫാൻ കറങ്ങിയാൽ കറങ്ങി. എ സി പേരിനുണ്ട്, പക്ഷെ റിമോട്ടൊന്നുമില്ല. പിന്നെ 300 രൂപയ്ക്ക് എ സി. അപ്പം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് വരാം. 5 hours later. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മളിതാ ഉറങ്ങി ഒരുവിധം ഫ്രഷായിട്ട് എണീറ്റിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ 9:30 വലിയ കുഴപ്പമില്ല. റോഡിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീഹരി സജിനും. റൂം എടുത്ത് നന്നായില്ലേ? അതെ, അതുകൊണ്ട് ഇനി ക്ഷീണമൊന്നും ഇല്ലാതെ നമുക്ക് റൈഡ് ചെയ്യാം. ഇന്നലെ ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര ഉറക്കമായിരുന്നു. നടുവേദനയും ഉറക്കവും. ഹെൽമെറ്റ് തല തോർത്തി കൊടുക്കുകയാണ്. ഇനിയിപ്പം ഇതെല്ലാം കൂടെ കെട്ടി വെക്കണം, അതാണ് അടുത്തൊരു ടാസ്ക്. അങ്ങനെ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ എന്താ പരിപാടി? നമ്മളിപ്പോൾ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഒരു ഹോട്ടലിലായിരിക്കുന്നത്. അതെ, എന്തുവായിരുന്നു പേര്? ന്യൂ ഇന്ത്യ അല്ല, ന്യൂ ഹൈ റേഞ്ച്. ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ കൂടെ ഉള്ള ആതിരപ്പള്ളി. അപ്പോൾ നമ്മൾ ആദ്യം വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്. വെള്ളം ഉണ്ടോ നോക്കിയിട്ട്? വെള്ളമുണ്ടോ എങ്കിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഡൈവ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും. ഞാൻ നെയ് റോസ്റ്റും മസാല ദോശയും. ഹാപ്പിയിലിടാം, കൊള്ളാം, ടേസ്റ്റ്. 20 minutes later. ഗായ്സ്, ഇത് ഇപ്പോഴെങ്കിലും റെക്കോർഡിംഗ് ആണോ? ഭാഗ്യം. നമുക്ക് ചെറിയൊരു പണി കിട്ടി. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള വീഡിയോ ഞാൻ നോക്കിയപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം എല്ലാം ഹൈപ്പർ ലാപ്സ് ആയിരുന്നു. സെറ്റിങ്സ് എങ്ങനെ മാറിയെന്നൊരു പിടിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടം വരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതും കാണിച്ചതും ഒക്കെ വെറുതെ ആയിപ്പോയി. എല്ലാം ഹൈപ്പർ ലാപ്സ് ആയിപ്പോയി. അത് ഇപ്പം മൈക്ക് എന്തോ ഡിസ്കണക്ട് ആയി. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പം സെറ്റിങ്സ് മാറി കിടക്കുകയായിരുന്നു. എങ്ങനെ വരുന്നെന്നറിയോ? അപ്പോൾ ഞാൻ ഇത്രയും നേരമുള്ള സംഭവം ഒന്ന് ചുരുക്കി പറയാം. നമ്മൾ ആദ്യം റൂമിൽ നിന്ന് ഇറങ്ങി നേരെ എന്താ പറയുക, ഒരു ഹോട്ടലിലോട്ടാണ് പോയത് ഫുഡ് കഴിക്കാനായിട്ട്. മൂവാറ്റുപുഴയുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് കേട്ടോ. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി നേരെ ഹൈവേയിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് നമ്മൾ കുറച്ച് ഉള്ളിലോട്ടുള്ള റോഡിലോട്ട് കയറി കേട്ടോ. അതായത് നമ്മുടെ ഹൈവേയിൽ ബ്ലോക്ക് കാണിച്ചുകൊണ്ട് ഗൂഗിൾ ആൻറ്റി നമുക്ക് വേറൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ റൂട്ട് കയറി നമ്മൾ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്ന് കയറി. അതായത് അതിരപ്പള്ളി റൂട്ടിലേക്കുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്ന് കയറി. അവിടെ 3 പേർക്ക് 30 രൂപ അത് കൊടുത്തു. അതുപോലെ നമ്മുടെ പേരും ഡീറ്റെയിൽസ്, ഒരാളുടെ പേരും ഫോൺ നമ്പറും കൊടുക്കണം, അതും കൊടുത്തു. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ ഈ റൂട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള സാറിനോട് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ നമുക്ക് രാവിലെയോ വൈകിട്ടോ മാത്രമേ നമുക്ക് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങോട്ടൊന്നും റേഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ല. ചിലപ്പോൾ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഒന്നെങ്കിൽ നേരെ പോകണം, വലത്തോട്ട് പോകണം. പക്ഷേ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അതിരപ്പള്ളി ഈസ്റ്റ് ഓഫീസ്, അതിരപ്പള്ളി വാട്ടർഫോൾസ് നേരെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ വഴി മുറിയാൻ പശുക്കളായിരുന്നു കേട്ടോ. നമ്മളൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഏകദേശം ഒരു 10-15 കിലോമീറ്ററും കൂടി ഉണ്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ട്. ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വെള്ളം കുറവാണെന്നാണ്. എന്തായാലും മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളച്ചാട്ടം അങ്ങനെ പ്രതീക്ഷിക്കണ്ട. എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. എന്തായാലും നമ്മൾ അവിടെ ഇറങ്ങുന്ന കാര്യം ഡൗട്ടാണ്. നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ട് പോകാനുള്ള പരിപാടിയാണ്. നേരെ വാൽപ്പാറ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കാരണം നമുക്ക് വാൽപ്പാറയിൽ 6 മണി വരെ ചെക്ക് പോസ്റ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കടത്തി വിടത്തില്ല. എന്തായാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇതുവഴി വരാനായിട്ട്. അത്യാവശ്യം നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ളൊരു പച്ചപ്പില്ല, ഒരു ഫുൾ ഉണങ്ങി കിടക്കുന്ന ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. കാരണം മഴയൊന്നും ഇല്ലല്ലോ. പിന്നെ റോഡ്
അത്യാവശ്യം നല്ല രീതിക്ക് മോശമാണ്. നോക്കി കണ്ടു പോയില്ലെങ്കിൽ നമ്മൾ വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ പൊട്ടിപ്പൊളഞ്ഞ വീടും ബംഗ്ലാവും ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് മലയാറ്റൂർ പള്ളിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ റിസർവോയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ ചെറുതും വലുതുമായിട്ടുള്ള പള്ളികളൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. വേനലായതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ ഉണങ്ങിയാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാം ഇല പൊഴിച്ചും ഉണങ്ങിയും കരിഞ്ഞും ഒക്കെയാണ് നിൽക്കുന്നത്. തൃപ്തിയാവുന്നില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട്. സാധാരണ നമ്മൾ മഴ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും പെട്ടെന്ന്. പിന്നെ ഇതുവഴി ബസ് റൂട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ഇതുവഴി 2-3 ബസ്സൊക്കെ പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ പെട്രോൾ പമ്പും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് എന്തായാലും ഫുൾ ടാങ്ക് ആക്കിയിട്ട് കയറുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ വെച്ചെങ്ങാനും പെട്ടുപോയാൽ നമ്മൾ നല്ല ദൂരം തള്ളേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് അത്യാവശ്യം ഫുൾ ടാങ്ക് ആക്കിയിട്ട് കയറുന്നതായിരിക്കും നല്ലത്. പിന്നെ കേട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുമെന്നാണ് കേട്ടത്. ഇത് കണ്ടോ, പനകൾ കണ്ടോ, എണ്ണപ്പന. ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ആന നിൽക്കുന്നതെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. പനയോല ഉണ്ടോ, ആനയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആഹാരമല്ലേ പനയോല. ഇതങ്ങ് ദൂരെ കണ്ടോ റിസർവോയർ. എനിക്ക് തോന്നുന്നു ആ ഭാഗത്തൊക്കെയാണ് ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകുന്നത് കേട്ടോ. കുറേ പശുക്കളൊക്കെ അവിടെ നിന്ന് മേയുന്നുണ്ട്. നമ്മളിതായി ഇവിടെയുള്ള ചെക്ക് പോസ്റ്റിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ കൂപ്പൺ ഇവിടെ കൊടുക്കേണ്ടി വരും മിക്കവാറും. നമ്മളവിടെ നിന്ന് എടുത്ത പാസ്സായിരുന്നു കേട്ടോ ഇത്. നമ്മുടെ വണ്ടിയുടെ നമ്പരൊക്കെ വെച്ചിട്ട് ഒരാൾക്ക് 10 രൂപയായിരുന്നു. അങ്ങനെ ടോട്ടൽ 30 രൂപയായി. ഇതാണ് നമ്മുടെ വൈറ്റിലപ്പാറ പാലം. ഈ പാലത്തിൻ്റെ പേരാണ് വൈറ്റിലപ്പാറ പാലം. ആഹാ, എന്താ ഭംഗി നോക്ക്, ഒരു രക്ഷയില്ലല്ലേ. ഇതാ ദൂരെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സിൽവർ സ്റ്റോൺ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെയോ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടക്കണേ. പിള്ളേരൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ആ ബോർഡ് കണ്ടു, വാൽപ്പാറ മലക്കപ്പാറ അതിരപ്പള്ളി. അങ്ങനെ നമ്മൾ വാൽപ്പാറയ്ക്കുള്ള ബോർഡ് കണ്ടിരിക്കുകയാണ്. ഞാൻ ഫോൺ ഇതിൻ്റെ മുകളിൽ വെച്ചേക്കായിരുന്നു കേട്ടോ ഗൂഗിൾ മാപ്പ് നോക്കാനായിട്ട്. പക്ഷേ ഫോൺ ഓവർ ഹീറ്റായി. അങ്ങനെ എടുത്ത് അകത്തോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പോരാത്തതിന് ഇവിടെ ഫോൺ വെക്കാൻ എനിക്ക് മടിയാണ്. കാരണം അതിൻ്റെ ക്യാമറ എങ്ങനെ അടിച്ച് പോകും എന്നുള്ളൊരു പേടിയുണ്ട്. ഞാൻ ഇത് പുതിയതായിട്ട് വെച്ച ഒരു ഇതാണ് കേട്ടോ. ആക്സറി ആണ്, നമ്മുടെ GPS മൗണ്ട്. എനിക്കൊരു മറ്റേ ആൻഡ്രോയിഡ് സ്ക്രീൻ വെക്കാനായിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആദ്യമേ വെച്ചിരിക്കുന്നത്. പിള്ളേരുടെ നാരങ്ങാസോട നിർത്തണമെന്നുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് നമ്മൾ നിർത്താതിരുന്നത് കേട്ടോ. വൈൽഡ് ആനിമൽസിൻ്റെ ക്രോസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റൂട്ടിലുള്ള മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 km/h. ഈ സമയത്ത് എനിക്ക് തോന്നുന്നില്ല അധികം മൃഗങ്ങളൊക്കെ പുറത്തിറങ്ങുന്നു. കാരണം നല്ല വെയിലല്ലേ. ഓരോരുത്തന് വണ്ടികൾ എണ്ണവും കൂടുതലാണ്. നല്ല ഒച്ചയും ബഹളമൊക്കെ ആയതുകൊണ്ട് മൃഗങ്ങളൊന്നും അങ്ങനെ പുറത്തിറങ്ങാൻ ചാൻസ് ഇല്ല. വെൽക്കം ടു ദ ലാൻഡ് ഓഫ് വാട്ടർഫോൾസ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ, ബൈക്കിന് ടിക്കറ്റ് ഇല്ലേ? ഇരുന്നിരുന്ന് മനുഷ്യൻ്റെ വേലിറങ്ങി. അയ്യോ, കാലും കൈയൊന്നും പൊങ്ങണമില്ല. അതല്ല, കാലും കൈ. ഭയങ്കര തിരക്കല്ലേ താഴെ. സാധാരണ ഇത് ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സംഭവമാണ്. ഇതുവഴിയാണോ നടന്ന് അങ്ങോട്ട് പോകുന്നത്? ടിക്കറ്റ് കൗണ്ടർ നമ്മൾ അവിടെ കണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ചൂടായതുകൊണ്ട് നല്ല രീതിക്ക് ദാഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ തളരും. സ്റ്റേ ഹൈഡ്രേറ്റഡ്, അല്ലെങ്കിൽ പണി കിട്ടും. പെട്രോൾ ഒന്നും കാണത്തില്ല. എണ്ണ അടിക്കേണ്ടവർ ഇവിടെ അടിച്ചിട്ട് പോകണമായിരിക്കും. ലൈറ്റ് ഗ്രീൻ. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററും കൂടെ പോയാൽ വാൽപ്പാറ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് നമുക്ക് പാസ് എടുക്കണം. വാൽപ്പാറ കഴിയുമ്പോഴുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമുക്ക് അവർ പറയുന്ന സമയത്തിനുള്ളിൽ എത്തുകയും വേണം, അല്ലെങ്കിൽ ഫൈനാണ്. ഓ, റെഡി 1 2 3. മതി. കുഴപ്പമില്ലാത്ത രീതിക്ക് വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. വെള്ളം ആവശ്യത്തിനൊക്കെ ഉണ്ട്. ഇവിടുന്ന് ആണ് അതിൻ്റെ അകത്തോട്ട് കയറാനുള്ള ഒരു എൻട്രൻസ് വരുന്നത്. അത് ആ ബസ്സിൻ്റെ പുറയിലാണ് കേട്ടോ. അവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങ് കുറേ പോകണം അകത്തോട്ട്. ഈ ഭാഗത്ത് ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ട്. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ പോയി പാസ് എടുക്കുക, നേരെ വിടുക. ഈ റൂട്ടൊക്കെ മഴക്കാലത്ത് തന്നെ വരണം, അല്ലാതെ ഈ സമയത്തൊക്കെ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു തൃപ്തി ഉണ്ടാകത്തില്ല. അതേ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ടോ, കുഞ്ഞു കുരങ്ങൻ. ഓ പാറയൊക്കെ നിൽക്കുന്ന നോക്ക്. മഴ സമയത്തൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒഴുകും കേട്ടോ. ചാർപ്ര ബ്രിഡ്ജ്. ഓ ഇതാണ് ചാർപ്ര ബ്രിഡ്ജ്. ഇവിടെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെ നിന്ന് ആൾക്കാർ കുറച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇതാണ് പ്രശ്നം, വെള്ളമൊന്നും ഇല്ലാതെ ഇതൊക്കെ കാണാൻ ഒരുമാതിരി മരുഭൂമി പോലെ ഇരിക്കും. വെൽക്കം ടു വാഴച്ചാൽ വാട്ടർഫോൾസ്. ഇതാ ഇവിടെയാണ് അപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് ഒക്കെ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇനി നമുക്ക് 3 പാസ് എടുക്കണം. ഇവിടുന്ന് മാത്രമേ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഫുഡൊക്കെ കഴിക്കേണ്ടവർക്ക് ഇവിടുന്ന് വേണം കഴിച്ചിട്ട് പോകാൻ. അങ്ങോട്ട് പോയാൽ നമുക്ക് പിന്നെ ഒന്നും കിട്ടത്തില്ല. ആകെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഫോറസ്റ്റിൻ്റെ ക്യാൻറ്റീൻ മാത്രമേ എന്തോ ഉള്ളൂ. ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് പറഞ്ഞത് നമുക്ക് ഒരിടത്തും നിർത്തരുതെന്നാണ്. ഇത്ര സമയമുണ്ട്, ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് അടുത്ത ചെക്ക് പോസ്റ്റ് എത്തണം, അല്ലെങ്കിൽ ഫൈൻ വരും. പിന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിച്ചെറിയരുത്, എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കണം. ആനിമൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് ഈ സമയത്ത് കുറവാണ്, കാരണം ഇപ്പോൾ 1:30 ഇതാണ് നമ്മുടെ വാഴച്ചാൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാനായിട്ട്. രാവിലെയൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യായിരുന്നു. പക്ഷേ നട്ടുച്ചയായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റി. ഇനിയിപ്പം ഒന്നും കാണാനുള്ള സ്കോപ്പില്ല. NX 500 പോകണം. എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു വണ്ടിയാണ് കേട്ടോ NX 500. നല്ല ഒഴുക്കുണ്ട് കേട്ടോ, നല്ല രീതിക്ക് ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ അരുവികളൊക്കെ കാണാം കേട്ടോ. എല്ലാത്തിനും ചെറിയ രീതിക്ക് വെള്ളമുണ്ട്. റോഡ് വലിയ വീതിയില്ല, അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു റോഡാണ് കേട്ടോ, വലിയ കുഴപ്പമില്ല. നമുക്ക് ആ പൊന്മുടിയൊക്കെ പോകുന്ന ഒരു ഫീല് കിട്ടും ഇതുവഴി പോകുമ്പോൾ. ഏകദേശം 45 കിലോമീറ്ററോളം നമുക്ക് ഈ കാട്ടിലൂടെ പോകേണ്ടതുണ്ട് കേട്ടോ. സൈഡിലൊക്കെ ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, മൃഗങ്ങൾ ഇങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങാതിരിക്കാനായിട്ട്. പുളിയിലപ്പാറ എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. പുളിയിലപ്പാറയിൽ ആവശ്യത്തിന് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും, വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അവിടുത്തെ ഒരു ചെറിയ അംഗൻവാടിയാണ് കേട്ടോ അത്. ചെറിയ പീക്കിരികളൊക്കെ കാണുന്നതിൻ്റെ അകത്ത്. നമുക്കിനി ഏതെങ്കിലും ഒരു മഴ സമയത്ത് കൂടി വരണം ഇവിടെ, എങ്കിലേ നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടംപോലെ റൈഡേഴ്സ് പോകുന്നതാണല്ലോ. നല്ലൊരു ഫീലാണ് കേട്ടോ ഇതുവഴി പോകുമ്പോൾ. റോഡൊക്കെ ഇങ്ങനെ സിക്സ് ആയിട്ട് കിടക്കുകയാണ്, നല്ല കിടത്തി മലത്തിയൊക്കെ ഇങ്ങനെ പോവാം. മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി സൂപ്പറായേനെ. പശുക്കൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മൃഗങ്ങളെ കാണാത്തവർക്ക് വേണ്ടിയിട്ടായിരിക്കും പശുക്കൾ ഇതുവഴി തുറന്നു വിട്ടിരിക്കുന്നത്, അവരെങ്കിലും കണ്ട് സമൃദ്ധി അണയാനായിട്ട്. നമ്മുടെ അവിടുത്തെ ബിസി ലൈഫൊക്കെ വിട്ട് തിരക്കും ബഹളമൊക്കെ വിട്ട് ഇതുവഴി ഇങ്ങനെ സമാധാനത്തോടെ വണ്ടി ഓടിച്ച് പോകുമ്പം ഒരു വല്ലാത്തൊരു ഫീലാണല്ലേ. ഉള്ളിലോട്ടൊക്കെ റോഡൊക്കെ കിടക്കുന്ന കാണാം. നമുക്ക് കാണാനുള്ളതൊക്കെ ഈ റോഡിൽ തന്നെ കാണും. നമ്മളതെല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് പോവുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ മാക്സിമം പോകാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് തന്നെ അത് വള്ളിയായിട്ട് തിരിച്ചു വരും. റോങ് ടേൺ ഒക്കെ കണ്ടവർക്കൊക്കെ മനസ്സിലാവും നമ്മൾ ആവശ്യമില്ലാത്ത റോഡിലോട്ടൊന്നും കയറി പോകരുത്. അഡ്വഞ്ചർ വണ്ടിയുണ്ട്, മറ്റേ വണ്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ സാഹസം കാണിക്കാൻ പോകും. അവസാനം പണി കിട്ടിയാൽ നമ്മൾ മാത്രമേ കാണുള്ളൂ, വേറെ ആരും കൂടെ കാണില്ല. അതുകൊണ്ട് നേരെയുള്ള റോഡിൽ പോവുക, നേരെയുള്ള റോഡിൽ തിരിച്ചു വരിക. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു തടാകം പോലെ സംഭവം കാണാം കേട്ടോ, കണ്ടോ. രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഈ സൈഡിലൊക്കെ നിന്ന് മൃഗങ്ങൾ വെള്ളം കുടിക്കുന്നതൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ അടുത്ത അവസ്ഥ വെച്ചാണെങ്കിൽ നമ്മൾ ഇറങ്ങി വെള്ളം കുടിക്കേണ്ടി വരും അത് കാണണമെങ്കിൽ. അവിടെ 2 പേരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഓ കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. എവിടെ? അപ്പുറത്താ? ഞാൻ അവരവിടെ ഇരിക്കണോണ്ടാണ് പിന്നെ അവിടെ നിർത്തേണ്ടതെന്നാണ്. ഓ പേടിച്ചു പോയി. പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ചേച്ചിയെ കണ്ടപ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസാണ് കേട്ടോ. അവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ റോഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, കുറേ ആൾക്കാർ നിൽപ്പുണ്ട്.
നമ്മൾ പോണ വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. കിട്ടില്ല വെള്ളച്ചാട്ടം. ചെറിയ രീതിക്കേ ഉള്ളൂ, പക്ഷെ കാണാൻ കിട്ടില്ല ഭംഗിയാണ് കേട്ടോ. അത് ശക്തിയായിട്ട് ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല ചുവന്ന കളറിലിരിക്കുന്നത് കണ്ടോ. ഇവിടെയൊക്കെ ഇറങ്ങി കുളിക്കാൻ തോന്നുന്നു. ഇവിടെ കുളിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ആന അവിടെ നിന്ന് ഇറങ്ങി വരണം. ഓ, വണ്ടി പോയപ്പോൾ പാലം കുലുങ്ങുന്നു. ആനയുടെ നല്ല നാറ്റം അടിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് എവിടെയോ ആശ നിപ്പുണ്ട്. അയ്യോ, അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കാണുമായിരിക്കും. ഇതുവരെ ഒരു ആനയെ പോയിട്ടൊരു ബീച്ചെ പോലും ഞങ്ങൾ സ്പോട്ട് ചെയ്തില്ല. ഒരു മൃഗങ്ങൾ പോലും നമ്മുടെ മുമ്പിൽ വരുന്നില്ല കേട്ടോ. ആകെ കണ്ടത് 2-3 പശുക്കളെ മാത്രമാണ്. വേറെങ്കിലും ഒരു ആനയെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും സമാധാനത്തോടെ നമുക്ക് പോകാമായിരുന്നു. മലക്കപ്പാറ ഇനി 22 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. മലക്കപ്പാറയ്ക്ക് നമ്മൾ ഉള്ളിലോട്ട് പോകുന്തോറും ആ കാടിൻ്റെ ആ ഭീകരത കൂടിക്കൂടി വരുന്ന പോലെ നമുക്ക് ഫീലാവും കേട്ടോ. എനിക്കത് ഫീലാവുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ട ഒരു ആംബിയൻസ് അല്ല ഇപ്പോൾ ഉള്ളത്. കൂറ്റാക്കൂറ്റ് കാട്ടിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പാറയൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാകും. ഇവിടുത്തെ സൈൻ ബോർഡൊക്കെ മിക്കതും ഒടിഞ്ഞു പടഞ്ഞ് കിടക്കുകയാണ്. മിക്കവാറും ആന ചവിട്ടി കൂട്ടിയിട്ടതായിരിക്കും അത് കിടക്കുന്നുണ്ടോ. അപ്പോൾ കൂടുതൽ വിസിബിലിറ്റി കാണാൻ തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇതൊക്കെ വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ റോഡ് കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇവിടെ എങ്ങാനും ഏതെങ്കിലും ഒരെണ്ണം നിന്നാൽ നമ്മൾ പെട്ടെന്നായിരിക്കും മുമ്പിലോട്ട് വരുന്നത്. വഴിയിലൊക്കെ 2-3 ദിവസമൊക്കെ പഴക്കമുള്ള പിണ്ടങ്ങളൊക്കെ കാണാം കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 306 കിലോമീറ്റർ ആയി കേട്ടോ. ഇന്നലെ ഇന്നും കൂടെ ആയിട്ട് നമ്മൾ 306 കിലോമീറ്ററാണ് ഓടിയത്. ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് 34 എന്നാണ് കാണിക്കണത്. ഏകദേശം ഒരു 30 കിട്ടി കാണണം. കാരണം നമ്മൾ വലിയ ബ്ലോക്കിലൊന്നും കിടക്കാതെയല്ല ഇന്നലെ ഇങ്ങ് വന്നേ. അതുകൊണ്ട് അത്രയും കിട്ടി കാണണം. താഴെ നോക്കിയാൽ വലിയ കൊക്ക, മുകളിൽ നോക്കിയാൽ വലിയ പാറ. ഇവിടെയൊക്കെ എത്തിയപ്പോൾ റോഡ് അത്യാവശ്യം നൈസായി കേട്ടോ. നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. നമുക്ക് പക്ഷേ സ്പീഡ് എടുക്കാൻ തോന്നും. സ്പീഡ് എടുക്കരുത്. ഇപ്പോഴും വളവും തിരിവൊക്കെയാണ്. വണ്ടിയൊക്കെ നല്ല സ്പീഡിലാണ് അവിടുന്ന് ഓപ്പോസിറ്റിൽ നിന്ന് വരുന്നത്. മാത്രമല്ല വല്ല മൃഗങ്ങളും വഴി കയറി നിന്നാൽ അറിയാലോ. അതെ, ഈ സ്ഥലത്തിൻ്റെ പേര് അമ്പലപ്പാറ എന്നാണ് കേട്ടോ. ഇനി വാൽപ്പാറയ്ക്ക് 47 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. മലക്കപ്പാറ 21, പൊള്ളാച്ചി 103 കിലോമീറ്റർ. ഗൈസ്, നിങ്ങൾക്ക് പേരറിയാത്തൊരു റിസർവറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാനായിട്ട്. ചിലപ്പോൾ ദൂരെയൊക്കെ ആനകളൊക്കെ നിൽക്കുന്ന കാണാമായിരിക്കും. ഷോളയാറോ? കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഫുള്ള് വേസ്റ്റ് കൊണ്ടിട്ടേക്കുന്ന കണ്ടില്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. പളനി മലയൊക്കെ കണ്ട് മൊട്ടയടിച്ച് 1000 സ്റ്റെപ്പ് കയറി മോളിൽ പോണ്ടേ. ഏതെങ്കിലും ഒരു വണ്ടി നിർത്തിയത് കണ്ടാൽ എല്ലാവരും ഇവിടെ നിർത്തും. കൊള്ളാവുന്നൊരു വ്യൂ പോയിന്റ്. നമുക്കിനി മെയിൻ സിറ്റികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കവർ ചെയ്യാൻ. വാൽപ്പാറ, മലക്കപ്പാറ, അതുപോലെ പൊള്ളാച്ചി, പിന്നെന്താ ഉള്ളത്, പളനി. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൊടൈക്കനാൽ എത്താനായിട്ട്. സമയം 2:30. മലക്കപ്പാറ എത്തിയിട്ട് വേണം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്. ഈ ഭാഗത്തൊക്കെ വെയിലൊക്കെ എത്തുന്നത് കുറവാണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട്. മുകളിൽ കണ്ടോ, വളരെ കുറച്ച് ലൈറ്റ് മാത്രമേ ഇങ്ങോട്ട് വീഴത്തുള്ളൂ. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട് ഇപ്പോൾ ഇതുവഴി പോകാനായിട്ട്. ഗൈസ്, നിങ്ങളിതാ കാണുന്നുണ്ട് ഒരു പാമ്പ് ഇതാ ക്രോസ് ചെയ്യുന്നു. അങ്ങനെ ഒരു പാമ്പിനെങ്കിലും കണ്ടല്ലോ, സമാധാനം. പല മൂർഖനായിരിക്കും. ഇങ്ങോട്ട് വേണോ? അതെ, പിടിച്ച് നക്കി നോക്കാൻ പറ്റും ഇനി. മൂർഖനാണോ അണലിയാണോ ചേരയാണോ എന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ പാമ്പിനെ കണ്ടു. ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒരു കടുവയോ പുതിയ ചാടി പറഞ്ഞാൽ നൈസായിരിക്കും. ഇവിടെ വെച്ചൊക്കെ മുള്ളാൻ മുട്ടിയുമ്പോഴുള്ള അവസ്ഥ ആലോചിക്കുമ്പോഴാണ്. നിർത്താനും പറ്റൂല. നിർത്തിയ പുലിയുടെ വാതിലോട്ട് പോവുകയും ചെയ്യും. ആന വരുമ്പോൾ എഴുന്നേക്കാം. വാ ശ്രീഹരി, കുറച്ചേരം ഇവിടെ നിന്നിട്ടേ ആന വരുമെങ്കിൽ ഞങ്ങളെ വിളിക്കൂ. മൂത്രോ?
ഇവിടെ നിർത്താൻ പറ്റില്ല, പുലി വല്ലതും വന്ന് കടിച്ചോണ്ട് പോകും. ഓപ്പോസിറ്റ് വരുന്ന തമിഴന്മാരുടെ വണ്ടിക്ക് ഒരു മര്യാദയില്ല കേട്ടോ. അവർ മാക്സിമം ഈ സൈഡ് ചേർന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് ചേർന്ന് ഇങ്ങനെ വളഞ്ഞു പോകുമ്പം അവർ ഈ സൈഡ് ചേർന്ന് വരുമ്പോഴേ പെട്ടെന്ന് അവരങ്ങോട്ട് വെട്ടിക്കുന്നുണ്ട്. അവർക്കൊന്നും ഇത്രയ്ക്ക് ബോധം പൊക്കണമൊന്നും ഇല്ലേ എന്തോ. പൈസ പക്കിയത് മുഖത്ത് കാറ്റടിച്ച് മുഖം ഒരുമാതിരിയായി. നല്ല തണുപ്പുണ്ട്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ വേഗത കുറച്ച് വാഹനം ഓടിക്കുക. പുലിയുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആനയൊന്നും കാണണ്ട, ഒരു പുലിയോ കടുവയോ ആരെങ്കിലും ഒരാളെ കണ്ടാൽ മതിയായിരുന്നു. ദൂരെ നിൽക്കുന്നത്, അടുത്ത് വേണ്ട, ദൂരെ. അപ്പോൾ ഇനി മലക്കപ്പാറയ്ക്ക് ഇനി ഏകദേശം 6 കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ. സമയം 3 മണിയാവാറായി. ചെറുതായിട്ട് വിശപ്പും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടോ, നൂല് പോലെ ഒഴുകി വരുന്നു. നമ്മൾ പെരുമ്പാറ എന്ന് പറയുന്ന സ്ഥലമെത്തി കേട്ടോ. ഒത്തിരി ആളും അനക്കമൊക്കെ ഉള്ള സ്ഥലമാണ്. വീടും കാര്യങ്ങളൊക്കെ മുകളിലും താഴെയിട്ടൊക്കെ ഉണ്ട്. ജനവാസ കേന്ദ്രമാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ വലിയ സീനില്ല. എന്തായാലും നമ്മൾ മലക്കപ്പാറ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മലക്കപ്പാറയിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഈ കർവിൻ്റെ പേര് ആൻസി കർവ് എന്നാണ് കേട്ടോ. അപ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ടാറ്റയുടെ ഒരു കാപ്പി കൃഷി തോട്ടം എന്താ അവിടെ അപ്പുറത്തുണ്ടായിരുന്നു. കുറേ നേരത്തിന് ശേഷം നമുക്ക് നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ കിട്ടി. എവിടുന്നെങ്കിലും ഫുഡ് കഴിക്കാൻ വിശക്കുന്നു. 20 minutes later. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇപ്പോഴാണ് തേയിലയൊക്കെ കണ്ടു തുടങ്ങിയത്. കടമട്ടം എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. കേരളത്തിലെ അവസാനത്തെ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ ഈ മലക്കപ്പാറ. തമിഴ്നാട്ടിലെ ആദ്യത്തെ സ്ഥലത്തിൻ്റെ പേരാണ് വാൽപ്പാറ. അപ്പോൾ നമ്മളിപ്പോൾ മലക്കപ്പാറയിൽ നേരെ വാൽപ്പാറയിലോട്ട് കയറും. അവിടെയാണ് ആ ചെക്ക് പോസ്റ്റ് വരുന്നത്. നമുക്ക് താഴെ നിന്ന് കിട്ടിയ ആ കൂപ്പൺ നമുക്കിവിടെ കൊടുക്കണം. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇതാ തമിഴ്നാട്ടിലോട്ട് കയറിയെന്ന് തോന്നുന്നു. കാരണം തമിഴ് ടച്ചുള്ള അമ്പലങ്ങളൊക്കെ കണ്ടു തുടങ്ങി. വ്യൂ നോക്ക്, കൊള്ളാമല്ലേ. ചെറിയൊരു മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. നമ്മളിതാ കറങ്ങി ആ വഴിയാണ് കേട്ടോ പോകുന്നത്. പിന്നെ മുകളിൽ കുറേ ചേച്ചിമാരിരുന്ന് തേയില നുള്ളുന്നുണ്ട്. ഇത്രയൊരു തിക്കായിട്ടല്ല കേട്ടോ തേയില വളർന്നിരിക്കുന്നത്. ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു മഴയൊക്കെ കുറവായതുകൊണ്ടായിരിക്കണം. നമ്മൾ മൂന്നാറും വട്ടവടയൊക്കെ കണ്ട പോലത്തെ ഒരു തേയിലത്തോട്ടമല്ല ഇത്. വേറൊരു ഭംഗിയുള്ളൊരു തേയിലത്തോട്ടമാണ് കേട്ടോ. അതെ, ഇവിടെ ഒരു അമ്പലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ റോഡൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടേക്കുന്നുണ്ടോ. ഓ, ഇതൊക്കെ ഹോം സ്റ്റേ ആണ് കേട്ടോ. ഈ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ അടുത്ത ചെക്ക് പോസ്റ്റ് ചെയ്താൽ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ തമിഴ്നാട്ടിലോട്ട് കയറുന്നത്. വെൽക്കം ടു തമിഴ്നാട് ബോർഡൊക്കെ കണ്ടോ. നമ്മളിവിടെ നമ്മൾ നേരത്തെ എടുത്ത ഇ പാസ് ആണ് കേട്ടോ കാണിക്കാനുള്ളത്. അതിവിടെ സ്കാനർ വെച്ച് സ്കാൻ ചെയ്യും. കൊടൈക്കനാൽ 201 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഊട്ടിക്ക് 213 കിലോമീറ്റർ. വാൽപ്പാറ 25, പൊള്ളാച്ചി 82. ഈശ്വര, ഇതൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് കൊടൈക്കനാൽ എത്താനായിട്ട്. അങ്ങനെ നമ്മളിതാ ഒഫീഷ്യലി തമിഴ്നാട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കേരളത്തനിമയൊക്കെ വിട്ട് നമുക്ക് തമിഴ് തനിമ ആസ്വദിക്കാം. അപ്പോൾ വരുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഇ പാസ് ഉണ്ടെങ്കിലേ കയറ്റി വിടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കേണ്ടി വരും. അതിനും ഭേദം നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട് വന്നാൽ ജസ്റ്റ് അവർ സ്കാൻ ചെയ്തിട്ട് വിടും. അതല്ലെങ്കിൽ നമ്മളൊരു 10-20 മിനിറ്റ് ഇവിടെ പോകും. അപ്പോൾ ഞങ്ങൾ 2 ഇ പാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വാൽപ്പാറയുടെ ഇ പാസും ഒന്ന് കൊടൈക്കനാൽ പോകുമ്പോൾ കാണിക്കാനുള്ള ഇ പാസും. TN ഇ പാസ് എന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പം ഒരു സൈറ്റ് വരും കേട്ടോ. അത് കയറി ഈസി ആയിട്ട് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഹോട്ടലിലെ ബുക്കിംഗ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഇതുണ്ട്. അത് PNG ഫോർമാറ്റിൽ 250 KB താഴെ ആയിരിക്കണം. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് അപ്ലോഡ് ആവത്തില്ല. അത് അത്രയും കയറ്റി വിടുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇ പാസ് റെഡി ആയിട്ട് കിട്ടും. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അത് ഇവിടെ ഇങ്ങനത്തെ ആൾക്കാർ ചോദിക്കുമ്പം എടുത്ത് കാണിച്ചു കൊടുക്കാം. സിമ്പിൾ. ഇതാണ് കേട്ടോ നമ്മുടെ ഷോളയാർ ഡാം. മുകളിൽ JCBയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്ന് തോന്നുന്നു. നമ്മളവിടെ നെയ്യാർ ഡാമുണ്ട്. നെയ്യാർ ഡാമിലൊക്കെ ഉള്ളതുപോലെ ഓരോ മൃഗങ്ങളുടെ ഓരോരോ ഇത് വെച്ചേക്കുന്നുണ്ടോ, പ്രതിമ വെച്ചേക്കുന്നുണ്ടോ. ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, കരടിയുണ്ട്, എല്ലാവരും ഉണ്ട്. എടാ, ഇത് ഓവർഫ്ലോ ആവുന്ന ഡാമാണെന്ന് തോന്നുന്നത്. അല്ലാതെ ഇത് ഷട്ടർ തുറക്കുന്നതല്ലല്ലോ. ഇത് ഒട്ടും വെള്ളമില്ലാതെ കിടക്കുന്നുണ്ടോ. ഫുള്ള് പാട്ട് ചുമ്മാ കൊള്ളാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. അപ്പോൾ കൂടുതൽ നിന്ന് സമയം കളയാനില്ല. ശ്രീരി, ലെറ്റ്സ് ഗോ. നമ്മളിനി നേരെ വാൽപ്പാറ. ഈ ഏകദേശം 20-25 കിലോമീറ്റർ ഉണ്ട് ഇനി വാൽപ്പാറയ്ക്ക്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വന്നു കേട്ടോ. പക്ഷേ ആരും കയറ്റുന്നില്ല. അവിടെ എന്തോ മെയിൻ്റനൻസും വർക്കും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഡാമിൻ്റെ ഉള്ളിലോട്ട് ആരും കയറ്റുന്നില്ല. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടോ, സ്റ്റെപ്പായിട്ട് വരുന്നത്.
ഹായ്, അത് നൈസായിട്ടുണ്ട് കേട്ടോ. അടേ വാൽപ്പാറ നമുക്ക് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് ഡാമിൻ്റെ ഇവിടെ നിന്നുള്ളൊരു വലിയൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. ദൈവം കണ്ടോ, ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ. അങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ള ഇതുണ്ട്. ആൾക്കാരൊക്കെ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുക. വെള്ളം കുറവാണ് അവിടെ. അത് കണ്ടോ, ആ ഒരു ലെവല് കഴിഞ്ഞ് വെള്ളം പൊങ്ങുമ്പോഴാണ് ഓവർഫ്ലോ ആയിട്ട് അങ്ങോട്ട് ഒഴുകി പോകുന്നത്. വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ നടുക്കൊക്കെ ചെറിയ ചെറിയ ഐലൻഡൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ KSRTC ഇവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. ഇത് കണ്ടോ ഡാമിൻ്റെ ഇരിക്കുന്നത്. വെള്ളം കുറവായിട്ടാണ് ഈ കരയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളമായിരിക്കും. ഈ ഭാഗത്തെ വീടിൻ്റെ കളറൊക്കെ ശ്രദ്ധിച്ചോ, നീല, പച്ച, മഞ്ഞ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കളറും ഉണ്ട്. റോഡ് ഇങ്ങനെ വളഞ്ഞതാ അങ്ങനെയാണ് പോകുന്നത്. ആ ഒരു ലൈറ്റിങ് കൂടെ വന്നപ്പം ഇവിടെ എല്ലാം കാണാനായിട്ട് പൊളി ആയിട്ടുണ്ട് കേട്ടോ. ബസ്സിപ്പോൾ കൊണ്ടുപോകാനെ, പക്ഷേ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. നമ്മളിതൊക്കെ എന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് എപ്പോൾ കണ്ടാലും ഇതൊക്കെ ഒരു പുതുമയാണ്. ചിലർക്ക് തോന്നാം ഇവനിത് എല്ലാ ട്രിപ്പിന് പോകുമ്പോഴും ഇതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നതെന്ന്. പക്ഷേ നമ്മളിതൊന്നും അധികം അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ, കാരണം നമ്മുടെ ആ ഭാഗത്തൊന്നും തേയിലക്കൃഷിയോ അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മളിതുപോലെ ഏതെങ്കിലും ട്രിപ്പിനൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മളിതൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്നും ഒരു പുതുമ തന്നെയാണ്. സൂപ്പർ. ആ മുഖത്ത് ആ തണുത്ത കാറ്റടിച്ച് ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ എന്ത് ചെയ്താലും നമുക്ക് കിട്ടത്തില്ല. ഇവിടെ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. പൊള്ളാച്ചിക്ക് ഇനി 63 കിലോമീറ്ററാണ്, വാൽപ്പാറയാണെങ്കിൽ 6 കിലോമീറ്റർ. എടാ അങ്ങോട്ടല്ലേ, വാൽപ്പാറ ഇങ്ങോട്ടാ. പൊള്ളാച്ചി അങ്ങോട്ടാണ് കേട്ടോ പോകേണ്ടത്. ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസല്ലേ, നോക്കിയേ. നോക്ക്, ആ ഒരു തേയില ഇങ്ങനെ കിടക്കുന്നതൊക്കെ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. 2 കളറായിട്ടാണോ, അത് ലൈറ്റ് പച്ച, കുറച്ചുകൂടെ ഡാർക്ക്, അങ്ങനെയാണ് തേയിലയുടെ ആ ഒരു ഘടന. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഓ മൈ ഗാഡ്, ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് ഇൻ ഹെവൻ. ദർ ഈസ് നത്തിങ് ഇൻ ദ വേൾഡ് ദാറ്റ് ക്യാൻ ബി ദിസ് വ്യൂ, യു നോ. ഇറ്റ്സ് വെരി മച്ച് പ്രഷ്യസ്. എൻ്റെ മോനെ, ആ നോക്കാം വ്യൂ ഒക്കെ. ലുക്ക് അറ്റ് ദ വ്യൂ മാൻ, ഇറ്റ്സ് നൈസ്. ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മളിതാ വാൽപ്പാറ ടൗൺ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അയ്യോ, അടുക്കൊരു തടാകം പോലെ സെറ്റപ്പ് ഉണ്ട്, നോക്ക്. ഇത് കണ്ടോ, അതിൻ്റെ നടുക്ക് ഒരു മരവും, ബുദ്ധനാണ് കേട്ടോ, നടുക്ക് ബുദ്ധനെ ഇരുത്തിയിട്ടുണ്ട്. കൊള്ളാം. ആ തേയിലയൊക്കെ നിൽക്കുന്നത് എന്ത് ഭംഗിയല്ലേ ഇതിനകത്ത് കാണാൻ. അങ്ങനെ നമ്മൾ വാൽപ്പാറ ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ഒരു അമ്പലത്തിൻ്റെ അതാണെന്ന് തോന്നുന്നു, മറ്റേ നമ്മൾ ഈ എഴുന്നള്ളിപ്പിനൊക്കെ കൊണ്ടുപോകത്തില്ലേ, അതുപോലെ ഒരു സെറ്റപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ വഴിയൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ.